ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു മൊബൈലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. വാട്സാപ്പിൽ വന്നിരിക്കുന്ന പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ഡേറ്റിലൂടെ നമ്മളെല്ലാവരും ഒരുപോലെ ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം വാട്സാപ്പ് ഇപ്പോൾ നമ്മളുടെ അനുവാദത്തോടുകൂടി തന്നെ നമ്മളുടെ പേഴ്സണൽ ഡാറ്റാസും കുക്കീസും ബാക്കി ഡീറ്റെയിൽസും ഫേസ്ബുക്കിന് കൈമാറുകയാണ്. ഇതിലൂടെ ഫേസ്ബുക്കിന് തങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. എന്നാൽ ഇതിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ഫോൺ നമ്പർ, IP അഡ്രസ് തുടങ്ങി മറ്റ് ഡീറ്റെയിൽസും അവർ കൈമാറുന്നതാണ്. അതിനാൽ ഈ ഒരു സാഹചര്യം വെച്ച് സിഗ്നൽ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയൊരു ആപ്ലിക്കേഷൻ നിലവിൽ വരാനും സാഹചര്യങ്ങൾ ഏറെയാണ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സിഗ്നൽ ആപ്ലിക്കേഷൻ എങ്ങനെ നമ്മളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായി നമ്മളുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോറിലോട്ട് പോവാം. ഇനി സെർച്ച് ബാറിലായി നമുക്ക് സിഗ്നൽ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സിഗ്നൽ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് സിഗ്നൽ പ്രൈവറ്റ് മെസ്സേജ് എന്നുള്ള ഈ ഒരു മെസ്സേജറാണ് വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്കിനി ഇൻസ്റ്റാൾ കൊടുക്കാം. 36 MB മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിടാം. അങ്ങനെ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കാണുന്ന ഓപ്പൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഇവിടെയായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടനാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മളുടെ കോൺടാക്ട്സും ഇതെല്ലാം ആക്സസ് ചെയ്യട്ടെ എന്നുള്ളത്. ഇത് ജസ്റ്റ് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കാം. ഇവിടെയായിട്ട് നമുക്ക് നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിലായിട്ട് ഏത് നമ്പറാണുള്ളത് ആ ഒരു നമ്പർ വേണം ഇവിടെ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫോണിലുള്ള ഒരു നമ്പറാണ് കൊടുക്കുന്നത്. ഇത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു കോഡ് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിവിടെ നമ്മളുടെ പേരാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പ്രൊഫൈലിലായിട്ട് ഫസ്റ്റ് നെയിം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കാരണം അത് എടുക്കുന്നത് നമ്മളുടെ ഇതിലുള്ള കുക്കീസ് വെച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി നമ്മളുടെ ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു കുക്കീസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പേര് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് ലാസ്റ്റ് നെയിം ഓപ്ഷണലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സെറ്റപ്പ് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ആയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ കൂടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല, ഞാൻ നെക്സ്റ്റ് കൊടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ വീണ്ടും നമ്മളോട് ഇവിടെ ഒരു പിൻ കോഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. കാരണം ഇത് എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്യൂറായി യൂസ് ചെയ്യുക എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്നത് അവർ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പിൻ കോഡ് കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 4 ഡിജിറ്റെങ്കിലുള്ള ഒരു പിൻ കോഡായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് എന്തെങ്കിലും ഒരു പിൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു പിൻ കോഡ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യം വരുന്ന പോലെ ഓർത്ത് വെച്ചിട്ട് കൊടുക്കുക. ഈ ഒരു പിൻ കോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഓരോ തവണ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ ഒരു പിൻ കോഡ് ചോദിക്കില്ല. പക്ഷേ ഈ ഒരു നമ്മളുടെ ഇൻഫർമേഷൻ, ഇതിനുള്ളിലുള്ള ഇൻഫർമേഷൻസ് വളരെ സേഫായിട്ട് എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇത് കൊടുക്കാൻ പോവാണ്. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഒരു തവണ കൂടെ നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. വീണ്ടും അതേ പിൻ കോഡ് എൻ്റർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓക്കെ കൊടുക്കാം. അങ്ങനെ നമ്മളുടെ പിൻ കോഡ് കൺഫേം ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഫസ്റ്റ് വരുന്നത്. ഇനി ഇവിടെ ആയിട്ട് ഇതാണ് നമ്മളുടെ ഇൻബോക്സ് കേട്ടോ. ഇനി നമുക്ക് എന്താണ് ചെയ്യാവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പെൻസിലിൻ്റെ ഒരു ചിത്രം കാണാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മളുടെ കോൺടാക്റ്റിലെ ആൾക്കാരുടെ പേര്, അവർ സിഗ്നൽ എന്നുള്ള ഈ ഒരു ആപ്പ് അവരുടെ കയ്യിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് കയറി അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോക്കാം ആരൊക്കെയാണ് സിഗ്നലിലുള്ളത് എന്ന് കണ്ടോ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ്, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത്രയും ആൾക്കാരാണ് ഇപ്പോൾ സിഗ്നൽ എന്നുള്ള ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പേരുകൾ മാത്രമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മളുടെ കോൺടാക്റ്റിലെ ഓരോ പുതിയ ആൾക്കാരും സിഗ്നൽ എടുക്കുമ്പോൾ നമുക്ക് അവരുടെയൊക്കെ പേരുകൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എനിക്ക് പുതിയ ഒരാൾക്ക് ഒരു റിക്വസ്റ്റ് അയക്കണം എന്ന് വയ്ക്കാം, സിഗ്നലിൻ്റെ ലിങ്ക് അയക്കണം എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഇൻവൈറ്റ് ടു സിഗ്നൽ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇങ്ങനെ ഒരു മെസ്സേജ് പോകുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ആയിട്ട് ഷെയർ വിത്ത് കോൺടാക്ട്സ് സെലക്ട് ചെയ്ത് നമ്മളുടെ കോൺടാക്ട്സിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് അവർക്ക് പോകും. അവർ ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് തന്നെ
ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഇതിലുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഫോട്ടോ കാണാം. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് നമ്മളുടെ ആർക്കെങ്കിലും അയക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്യാനോ എല്ലാം തന്നെ സാധിക്കുന്നതാണ്. പിന്നെ മുകളിലായിട്ട് നമുക്ക് 3 ഡോട്ട്സ് കാണാം. നമ്മളുടെ വാട്സാപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് സെറ്റിങ്സ് പോയി നോക്കാം. സെറ്റിങ്സിലായിട്ട് നമുക്ക് പ്രൈവസി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം തന്നെ നിറയെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ അതുപോലെ ഞാൻ ഈ ഒരു അക്കൗണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണുന്ന അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് സെയിം സെറ്റിങ്സ് തന്നെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. കണ്ടോ, ഞാൻ ഇവിടെ ആയിട്ട് സെറ്റിങ്സിൽ പോയ ആ ഒരു സെയിം സെറ്റിങ്സാണ് നമുക്ക് ഇപ്പോൾ ഈ വി എന്ന് കാണുന്ന എൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും വരുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മളുടെ പുതിയ ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നല്ല എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ട് സേഫായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണെന്നാണ് എല്ലാവരും വാദിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.